بسم الله الرحمن الرحيم. السلام عليكم ورحمة الله تعالى وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله الفائزين برضا الله أما بعد. മുഅ്മിനീങ്ങളെ, അല്ലാഹു നമ്മെ കബൂലാക്കട്ടെ. നമ്മുടെ പാപങ്ങൾ അല്ലാഹു പുറത്തു തരട്ടെ. രോഗങ്ങൾ അല്ലാഹു ശിഫയാക്കട്ടെ. മരിച്ചുപോയവരുടെ ഖബർ അല്ലാഹു സന്തോഷത്തിലാക്കട്ടെ. തെറ്റുകുറ്റങ്ങൾ അവർക്ക് നമുക്കും അല്ലാഹു നിരുപാധികം മാപ്പാക്കി തരട്ടെ. നമ്മുടെയും കുടുംബത്തിന്റെയും സൃഷ്ട ആയുസ് അല്ലാഹു പൊരുത്തപ്പെട്ട വഴിയിൽ ഇസ്സത്തോടെ സന്തോഷത്തോടെ ദീർഘായുസ്സോടെ കഴിഞ്ഞ് ഈമാൻ സലാമത്തായി മരിക്കാനുള്ള മഹാഭാഗ്യത്തിൽ അല്ലാഹു നമ്മെല്ലാവരെയും ചേർക്കട്ടെ എന്ന് ആമുഖമായി ദുആ ചെയ്യുകയാണ്. പരിശുദ്ധ മുഹറം മാസം അതിന്റെ 10ാമത്തെ ദിവസത്തിൽ മഹാനായ സയ്യിദുന ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ വഫാത്ത് ദിവസവും കൂടിയാണ് എന്ന ഓർമ്മ നമുക്കെല്ലാവർക്കും ഉണ്ട്. മഹാനായ ഹുസൈൻ റളിയല്ലാഹു അൻഹു കർബലയിൽ വെച്ച് ഷഹീദായി അള്ളാഹു ആ മഹാന് മരണപ്പെടാൻ വേണ്ടി തെരഞ്ഞെടുത്ത ഒരു ദിവസവും കൂടിയാണ് പവിത്രമായ മുഹറമിന്റെ പരിശുദ്ധമായ അതിന്റെ 10ാമത്തെ ദിവസം. ഒരു കരിദിനം പോലെ ഈ സംഭവത്തെ അടിസ്ഥാനപ്പെടുത്തി ഷിയ ആശയക്കാർ ഈ ദിവസം കൊണ്ടാടുന്നുണ്ട്. മുസ്ലിമീങ്ങളായ നമ്മെ സംബന്ധിച്ചിടത്തോളം അത് അന്യമാണ്. മഹാനവറുകൾക്ക് മരണപ്പെടാൻ അള്ളാഹു നല്ലൊരു ദിവസം കൊടുത്തു എന്നുള്ള അർത്ഥത്തിലാണ് അത് മനസ്സിലാക്കേണ്ടത്. അനുബന്ധമായി അതിനോട് ചേർക്കപ്പെടുന്ന മറ്റൊരു കാര്യമാണ് ഹുസൈൻ റളിയല്ലാഹു അൻഹു കർബലയിൽ വഫാത്തായതോടുകൂടെ മുഹറം മാസത്തിൽ മഹാനവറുകളുടെ വഫാത്ത് ഓർക്കപ്പെടുന്നതിന്റെ കൂടെ തന്നെ നബി കുടുംബം കർബലയിൽ അവസാനിച്ചു എന്ന ഒരു കുപ്രചരണം സ്വാഭാവികമായും ഷിയ ആശയങ്ങളോട് പിൻപറ്റി തന്നെ സജീവമായി മലയാള നാട്ടിലും മറ്റും കാണപ്പെടുന്നുണ്ട്. എന്താണ് ഇത് സംബന്ധമായുള്ള വസ്തുത? ഒരു ചെറിയ വിശകലനം, നബി കുടുംബം അങ്ങനെ അവസാനിച്ചിട്ടില്ല എന്നതിലേക്കുള്ള ഒരു ചെറിയ വിശകലനം ഇൻഷാ അല്ലാഹ് നമ്മുടെ ഹ്രസ്വമായ സമയത്ത് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. സർവശക്തനായ അള്ളാഹു നമുക്ക് അറിവിൽ ബറക്കത്തും അമല് ചെയ്യാനുള്ള ഭാഗ്യവും നൽകി അനുഗ്രഹിക്കട്ടെ. ആദ്യമായി തന്നെ പറയട്ടെ, അഹ്ലു ബൈത്ത് അഥവാ ഹാഷിമി മുത്തലിബി പരമ്പര, മലയാളത്തിൽ നമ്മൾ തങ്ങന്മാർ, തങ്ങൾമാർ എന്നൊക്കെ പറയും. തങ്ങള് എന്ന് പറയുന്നത് അഹ്ലു ബൈത്താണ്, നബി കുടുംബമാണ്. ഹാഷിമി മുത്തലിബി പരമ്പരയിൽ വന്നവർ. കർബലയിൽ അവർ അവസാനിച്ചിട്ടില്ല. കാരണം ഹസൻ റളിയല്ലാഹു അൻഹുവിന്റെ കർബലയിൽ വഫാത്തായത് ഹുസൈൻ റളിയല്ലാഹു അൻഹു, മഹാനായ ഹസൻ റളിയല്ലാഹു അൻഹുവിന്റെ 2 പുത്രന്മാർ ജീവിച്ചിരുന്നു. ഒന്ന് ഹസനുൽ മുസന്നയും. മഹാനവറുകൾ കർബലയിൽ നിന്നും രക്ഷപ്പെടുകയായിരുന്നു. ഹിജ്റ 92 വരെ മഹാൻ ജീവിച്ചതായി ചരിത്രത്തിൽ കാണാൻ കഴിയുന്നുണ്ട്. രണ്ടാമത്തെ ആള് മഹാനായ സെയ്ദ് റളിയല്ലാഹു അൻഹു, കർബലയിൽ പോയിട്ടില്ല. ഹിജ്റയുടെ 120-ാം വർഷം വരെ ആ മഹാനും ജീവിച്ചതായി കാണപ്പെടുന്നുണ്ട്. പിന്നെ കർബലയിൽ ഷഹീദായ മഹാനായ ഹുസൈൻ റളിയല്ലാഹുവിന്റെ മകൻ സൈനുൽ ആബിദ് ഹിജ്റ 95 വരെയും ജീവിച്ചതായി ചരിത്രത്തിൽ കാണപ്പെടുന്നു. അവരിലൂടെ നബി കുടുംബം ഇന്നും നിലനിൽക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ കർബലയിൽ നബി കുടുംബം അവസാനിച്ചിട്ടില്ല. ഈ വിഷയം നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ അനുബന്ധമായി നാം മനസ്സിലാക്കേണ്ട നബി കുടുംബത്തോടുണ്ടാവേണ്ട നമ്മുടെ മനസ്സിന്റെ അളവറ്റ ആ സ്നേഹമുണ്ടല്ലോ, അതിന്റെ ഗൗരവത്തെക്കുറിച്ചൊന്ന് സാന്ദർഭികമായി മനസ്സിലാക്കിയിരിക്കൽ നല്ലതാണ്. പരിശുദ്ധമായ ഖുർആൻ സൂറത്ത് ശൂറയുടെ 23-ാമത്തെ ആയത്ത് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നബി കുടുംബത്തോടുള്ള സ്നേഹത്തെക്കുറിച്ച് ഇത്ര ഗൗരവമായി പറയുന്നു എന്ന് നമ്മെ ചിന്തിപ്പിക്കുകയാണ്. സൂറത്ത് ശൂറയുടെ 23-ാമത്തെ ആയത്തിലേക്ക് കടന്നു വരാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ദാലികല്ലദീ يبشر الله عباده الذين آمنوا وعملوا الصالحات قل لا أسألكم عليه أجرا إلا المودة في القربى ومن يقترف حسنة نزد له فيها حسنا ഇന്നല്ലാഹ ഗഫൂറുൻ ശകൂർ. നബി കുടുംബത്തോടുള്ള സ്നേഹമാണ് ഈ ആയത്തിൽ പറയുന്നത്. ദാലികല്ലദീ യുബശ്ശിറുല്ലാഹു ഇബാദഹു അല്ലദീന ആമനു വഅമിലുസ് സ്വാലിഹാത്ത്. ഖുൽ നബിയേ, അങ്ങ് ചോദിക്ക് അല്ലെങ്കിൽ പറയ്, ലാ അസ്അലുകും അലൈഹി അജ്റാ, മുഅ്മിനീങ്ങളായ ആളുകളോട് അങ്ങ് പറയ് നബിയേ, നിങ്ങളോട് ഒരിക്കലും ഈ സത്യമതം എത്തിച്ചു തന്നതിന്റെ പേരിൽ ഞാൻ ഒരു പ്രതിഫലവും ചോദിക്കുന്നില്ല.
അള്ളാഹു അവന്റെ ഹബീബിനെ ഏൽപ്പിച്ച ദൗത്യം നമ്മളിൽ ഇത് എത്തിച്ചു തരിക എന്നതാണ്. നമ്മളിൽ ഇതാ മഹാൻ എത്തിച്ചു തന്നതിന്റെ പേരിൽ ഒരു പ്രതിഫലവും തിരിച്ചു ചോദിക്കുന്നില്ല. ഇതങ്ങ് പറഞ്ഞേക്ക് നബിയെ, അവിടത്തേക്ക് ഒന്നും നമ്മൾ കൊടുക്കുന്നില്ല. പക്ഷേ എനിക്ക് ഒന്ന് തിരിച്ചു വേണം. എന്താണത്? ഇല്ലൽ മവദ്ദത ഫിൽ ഖുർബ, എന്റെ കുടുംബത്തോടുള്ള സ്നേഹം നിങ്ങളിൽ ഉണ്ടാവണേ. അത് മാത്രമേ എനിക്ക് ആഗ്രഹമുള്ളൂ. എന്റെ കുടുംബത്തെ നിങ്ങൾ സ്നേഹിക്കണേ എന്നതല്ലാതെ മറ്റൊന്നും ഞാൻ നിങ്ങളോട് ചോദിക്കുന്നില്ല എന്ന് പുണ്യ നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങയുടെ സമൂഹത്തിൽ, സമുദായത്തിൽ പ്രഖ്യാപിച്ചേക്ക് എന്ന് പരിശുദ്ധ ഖുർആൻ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. സൂറത്ത് ശൂറയുടെ 23-ാമത്തെ ആയത്താണ് ഇപ്പോൾ നമ്മൾ ഓതിയത്. ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ മഹാനായ ഇമാം ഫഖ്റുദ്ദീൻ റാസി അടക്കമുള്ള ധാരാളം മുഫസ്സിരീങ്ങൾ ഉദ്ധരിച്ചിരിക്കുന്ന തഫ്സീർ നോക്കിക്കോളൂ. അന്നഹും, വസ്തുത കണ്ടോ, ലമ്മാ നസലത് ഹാദിഹിൽ ആയ, ഈ ആയത്ത് അവതരിച്ചപ്പോ ഒരു സ്വഹാബി ഹബീബായ നബിയോട് ചോദിച്ചു സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, യാ റസൂലല്ലാഹ് മൻ ഖറാബതുക ഹൗലാഇൽ ലദീന വജബത് അലൈനാ മവദ്ദതുഹും. ഖുർആന്റെ ആയത്തിൽ സ്നേഹം ഉണ്ടാവണം എന്ന് പറയപ്പെട്ടിട്ടുള്ള നബി കുടുംബം എന്ന് ഉദ്ദേശിച്ചില്ലേ? അതാരൊക്കെയാണ് നബിയെ? ഞങ്ങൾക്ക് നിർബന്ധമായ സ്നേഹം ഉണ്ടാവണമെന്ന് അള്ളാഹു പരിശുദ്ധ ഖുർആനിലൂടെ പറഞ്ഞിട്ടുള്ള ആ നബി കുടുംബക്കാർ ആരാണ് നബിയെ എന്ന് ചോദിച്ചു സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുന്ന് കൊടുത്ത മറുപടി അലിയും വഫാത്തിമ വബ്നാഹുമാ റളിയല്ലാഹു അൻഹു. അലി റളിയല്ലാഹു അൻഹു, ഫാത്തിമ ബീവിയും അതുപോലെ തന്നെ അവരുടെ മക്കളുമാണ് റളിയല്ലാഹു അൻഹും. അവരാണ് ആ അഹ്ലു ബൈത്ത്. ഖറാബത്ത് എന്നതുകൊണ്ട്, ഖുർബ എന്നതുകൊണ്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന അവിടുത്തെ കുടുംബം എന്ന അർത്ഥത്തിലുള്ള ബന്ധം അതാണ്. അപ്പോ ഫസബത അന്ന ഹഉലാഇൽ അർബഅത അഖാരിബുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ നബിയുടെ കുടുംബം എന്ന് പറഞ്ഞതുകൊണ്ട് ഈ 4 പേര് സ്ഥിരപ്പെട്ടു കഴിഞ്ഞു. അവിടുത്തെ ഹദീസ് കൊണ്ട് തന്നെ സ്ഥിരപ്പെട്ടു കഴിഞ്ഞു. വഇദാ സബത ഹാദാ വജബ അൻ യകൂനു മഖ്സൂസിന ബിമസീദി തഅലീം. സാധാരണ നബി കുടുംബത്തിലുള്ളവരിൽ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കപ്പെടേണ്ടവർ ഇവർ 4 പേരാണ്. ഹസൻ, ഹുസൈൻ, അലി, ഫാത്തിമ റളിയല്ലാഹു അൻഹും. ഈ 4 പേരാണ്. അത് അവരുടെ പ്രത്യേകമായ ഒരു ബഹുമാനം, സ്നേഹം അവരോട് വേറെ വേണം. മറ്റുള്ള നബി കുടുംബ അംഗങ്ങളെ പോലെയല്ല, ഇവരോടൊരു അതിരറ്റ ഒരു സ്നേഹം നമുക്ക് ഉണ്ടാവണം. അവരോടൊരു മഹബത്ത് ഉണ്ടാവണം, അവരോടൊരു വലിയ ബഹുമാനം ഉണ്ടാവണം എന്നത് ഈ ആയത്ത് കൊണ്ട് സ്ഥിരപ്പെട്ടു എന്ന് മഹാനായ ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹി. അപ്പൊ നബി കുടുംബത്തെ സ്നേഹിക്കൽ നമുക്ക് നിർബന്ധമാണ്. കേട്ടോളൂ, ഹബീബായ നബിയുടെ ഒരു ഹദീസ് കേട്ടോളൂ. ഇമാം ഹക്കീം അവിടുത്തെ മുസ്തദറക്കിൽ ഉദ്ധരിക്കുന്നു, ഇന്നല്ലാഹ അസ്സ വജല്ല മൗലായ, അല്ലാഹു എന്റെ ഇഷ്ടക്കാരനാ, വ അന മൗലാ കുല്ലി മുഅ്മിൻ, എല്ലാ മുഅ്മിനിന്റെയും ഇഷ്ടക്കാരനാ ഞാൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹു എന്റെ ഇഷ്ടക്കാരനാ, ഞാൻ അല്ലാഹുവിന്റെ ഇഷ്ടക്കാരനാ, എല്ലാ മുഅ്മിനീങ്ങളും എന്റെ ഇഷ്ടക്കാരാണ്, എനിക്ക് വലിയ ഇഷ്ടമാ. സുമ്മ അഖദ ബിയദി അലി റളിയല്ലാഹു അൻഹു. ഇത് പറഞ്ഞുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അലി റളിയല്ലാഹു അൻഹുവിന്റെ കൈക്കങ്ങ് പിടിച്ചു. ഫഖാല, എന്നിട്ട് പറഞ്ഞു, മൻ കുന്തു മൗലാഹു ഫഹാദാ വലിയുഹു. ഞാൻ ആർക്കെല്ലാം ഇഷ്ടക്കാരനാണോ അവർക്കൊക്കെ എന്റെ അലിയും ഇഷ്ടക്കാരനാവണം എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ വാലിമൻ വാലാ വആദിമൻ ആദാ. എന്നിട്ട് അങ്ങോട്ട് ദുആയിരുന്നു, പടച്ചവനെ എന്നെ ചേർക്കുന്നവനെ നീ ചേർക്കണം, എന്റെ അലിയിനെ ചേർക്കുന്നവനെയും നീ ചേർക്കണം, എന്റെ അലിയിനോട് വിരോധം വെക്കുന്നവനോട് നീയും ശത്രുത വെക്കണേ എന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദുആയിരുന്നതായി ഇമാം ഹക്കീം അവിടുത്തെ മുസ്തദറക്കിൽ ഈ ഹദീസ് ഉദ്ധരിക്കുന്നുണ്ട്. മറ്റൊരു ഹദീസും കൂടി നമുക്ക് കാണാം. ഈ സമുദായത്തിന്റെ നേതൃത്വത്തിൽ അവരെല്ലാ കാലഘട്ടത്തിലും ഉണ്ട്. ഈ സമുദായത്തിന്റെ നേതൃത്വത്തിൽ എല്ലാ കാലഘട്ടത്തിലും അവർ ഉണ്ട്. ഒരുപാട് സന്ദർഭങ്ങൾ ഇത് സംബന്ധമായിട്ട് നമുക്ക് കാണാൻ കഴിയും. എന്തിനേറെ, ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബം ഒരു കാലഘട്ടത്തിന്റെ ആവശ്യമെന്നോണം ഇടപെട്ട ഇടമാണ്. 800 കൊല്ലം മുമ്പ് ഈ ലോകത്ത് ഇസ്ലാമിക പ്രബോധനത്തിന് വേണ്ടി ഏറ്റവും വലിയ നേതൃത്വം വഹിച്ചിരുന്ന ഷെയ്ഖ് മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജിലാനി ഖദ്ദസല്ലാഹു സിർറഹു നബി കുടുംബത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആളാണ്. മഹാനവറുകൾ ആ കാലഘട്ടത്തിൽ ദീൻ ജീവിപ്പിച്ചു.
ദീൻ ജീവിപ്പിച്ചവൻ എന്ന സ്ഥാനപ്പേര് കാലഘട്ടം വിളിച്ചതാണ് മുഹീദ്ദീൻ, ദീൻ ജീവിപ്പിച്ചവൻ. ആ ഒരു അർത്ഥത്തിൽ മഹാനവറുകൾ ഒരു നിയോഗമായിരുന്നു. ഇനിയും കാണാമല്ലോ, ലോകാവസാന സമയത്ത് മഹാനായ ഇമാം മഹ്ദി റളിയല്ലാഹു അൻഹു വരുന്നു. നബി കുടുംബമാണ്, കൃത്യമായ ഹദീസിൽ അത് നമുക്ക് കാണാൻ കഴിയും. എന്റെ കുടുംബത്തിൽപ്പെട്ട ഒരു അംഗമാണ് മഹാനായ മഹ്ദി ഇമാം. മഹാനവറുകൾ എന്റെ പേര് പോലത്തെ മുഹമ്മദ് എന്ന പേരും എന്റെ പിതാവിന്റെ പേര് പോലെ അബ്ദുള്ള എന്ന പിതാവിന്റെ പേരുമായി ഈ ദീനിന്റെ നേതൃത്വ പദവിയിൽ ആ മഹാൻ വരാതെ ലോകാവസാനം ഉണ്ടാവില്ലെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹീഹ് മുസ്ലിം അടക്കമുള്ള കിതാബുകൾ ഈ ഹദീസ് ഉദ്ധരിച്ചിട്ടുണ്ട്. അപ്പൊ ഏത് കാലഘട്ടത്തിലും അവരുടെ ഒരു നേതൃത്വം നമുക്ക് കാണാവുന്നതാണ്. കണ്ടോളൂ, സമുദായത്തിന് വേണ്ടി അവർ നിശ്ചയിക്കപ്പെട്ടവരാ. ഇത് റസൂലുള്ളാഹിയുടെ ദുആയാണ് സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇമാം ഹക്കീമിന്റെ മുസ്തദറക്കിൽ നമുക്ക് ഹദീസ് കാണാം. അൻ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ആണ് ഈ ഹദീസ് നിവേദനം ചെയ്യുന്നത്. അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു നബി കുടുംബത്തിലെ ഒരു പ്രധാനി കൂടിയാണ്. മഹാനവറുകൾ പറയാണ്, ഒരിക്കൽ ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഞങ്ങളെ എല്ലാവരെയും വിളിച്ചു. ഞങ്ങളെല്ലാവരും എന്ന് പറഞ്ഞാൽ അബ്ദുൽ മുത്തലിബിന്റെ മക്കളെ മുഴുവനും വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, യാ ബനി അബ്ദുൽ മുത്തലിബ് ഇന്നി സഅൽതുല്ലാഹ ലക്കും സലാസ. ഓ അബ്ദുൽ മുത്തലിബിന്റെ മക്കളെ, പേരമക്കളെ, ചെറുമക്കളെ, അബ്ദുൽ മുത്തലിബിന്റെ മക്കളായ നിങ്ങൾക്ക് വേണ്ടിയിട്ട് അള്ളാഹുവോട് 3 കാര്യം ഞാൻ ചോദിച്ചിട്ടുണ്ടെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവോട് 3 കാര്യം ഞാൻ ചോദിച്ചിട്ടുണ്ട്. 3 അല്ല, ചില റിവായത്തിൽ 4 കാര്യം കാണുന്നുണ്ട്. ചില റിവായത്തിൽ 4 കാര്യം കാണുന്നുണ്ട്. ഞാൻ ചോദിച്ചിരിക്കുന്ന കാര്യം, ചില റിവായത്തിൽ 4 കാര്യമുണ്ട്. എന്തായാലും ഈ ഹദീസിൽ പറയുന്നത് 3 കാര്യം. എന്തായാലും 4 എണ്ണം പറയാം. അൻ യുസബ്ബിത ഖായിമക്കും, ഒന്നാമത് ചോദിച്ചത് നിങ്ങളിൽപ്പെട്ടവർ സമൂഹത്തിന്റെ നേതൃത്വത്തിൽ നിലയുറപ്പിച്ചാൽ ആ ആളെ പിടിച്ചു നിർത്തണമെന്ന്, ആ ആളുടെ കാലുകൾക്ക് കൈകൾക്ക് കരുത്തു കൊടുക്കണമെന്ന് ഞാൻ അള്ളാഹുവോട് ദുആ ചെയ്തിട്ടുണ്ട്. ഒന്നാമത്തെ കാര്യം അതാ പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. രണ്ടാമത്തെ കാര്യം ലക്കും, നിങ്ങളുടെ കൂട്ടത്തിൽ ആരെങ്കിലും വഴി പിഴച്ച് ജീവിക്കുന്നുവെങ്കിൽ അവൻ ഹിദായത്തിൽ എത്താതെ മരിപ്പിക്കല്ലേ എന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി, നബി കുടുംബമേ നിങ്ങൾക്ക് വേണ്ടി ഞാൻ ദുആ ചെയ്തിട്ടുണ്ട്. രണ്ടാമത്തെ കാര്യം അതാ. മൂന്നാമത്തേത് നിങ്ങളുടെ കൂട്ടത്തിൽ വിവരമില്ലാത്തവനെ വിവരം പഠിപ്പിക്കണേ, ഇതിനു വേണ്ടി ഞാൻ ദുആ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ 3 കാര്യമായില്ലേ. ചില റിവായത്തിൽ 4-മത്തെ ഒരു കാര്യം കൂടിയുണ്ട്. അള്ളാഹുവോട് ഞാൻ ചോദിച്ച 4-മത്തെ കാര്യം നിങ്ങൾ ഔദാര്യവതികളാവണം, നിങ്ങൾ ധർമ്മിഷ്ഠരാവണം, നിങ്ങൾ നിങ്ങളുടെ മുന്നിൽ വന്ന് സങ്കടം പറയുന്നവനോട് മനസ്സ് അലിവുള്ളവനാവണം. ഇങ്ങനെ 4-മത്തെ ഒരു ഗുണത്തിന് വേണ്ടിയും ഞാൻ അള്ളാഹുവോട് ദുആ ചെയ്തിട്ടുണ്ടെന്ന് ചില റിവായത്തിൽ പിന്നെയും കാണാം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അഹ്ലു ബൈത്ത് അങ്ങനെയായിരുന്നു. എന്നിട്ടോ ഹബീബായ നബി തങ്ങൾ പിന്നെ പറഞ്ഞു, ഹദീസിന്റെ ബാക്കി കേട്ടോളൂ. ഫലോ അന്ന റജുലൻ സഫന ബൈന റുക്നി വൽ മഖാമി, പരിശുദ്ധ കഅബയുടെ മുറ്റത്ത് ഹബീബായ നബി തങ്ങൾ പറയുന്നു, മഖാം ഇബ്രാഹീമിന്റെയും അതുപോലെ തന്നെ കഅബയുടെ കിഴക്കേ മൂലയുടെയും ഇടയിലായി ഒരാൾ ഒരു കൂടാരം കെട്ടിയുണ്ടാക്കി. കഅബയുടെ മുറ്റത്ത് മഖാം ഇബ്രാഹിമിന്റെയും ഹജറുൽ അസ്വദിന്റെയും ഇടയിലായി ഒരു കൂടാരം കെട്ടി ഉണ്ടാക്കിയിട്ട് അവിടെ അങ്ങ് നിരന്തരമായ നിസ്കാരം. എവിടെ? മത്താഫില്, പരിശുദ്ധ കഅബയെ കൺകുളിർക്ക കണ്ടുകൊണ്ട് നിസ്കരിക്കാവുന്ന രീതിയിൽ അവിടെ അങ്ങ് നിന്നങ്ങോട്ട് നിസ്കരിക്കാൻ ഒരാൾ തീരുമാനിച്ചു. മാത്രവുമല്ല, ഈ നിസ്കരിക്കുന്ന കാലയളവ് മുഴുവനും വസ്വാമ, അവൻ നോമ്പുകാരനുമാണ്. നോമ്പെടുത്തുകൊണ്ട് ആ പൊരിഞ്ഞ വെയിലത്ത് നിന്നുകൊണ്ട് നിസ്കരിക്കാൻ തീരുമാനിച്ചു. അയാൾ അതിനു വേണ്ടി ഒരു കൂടാരമുണ്ടാക്കി. അങ്ങനെ അയാൾ അവിടെ കഴിഞ്ഞുകൂടാ. പക്ഷേ അത്രയും വലിയ ഇബാദത്ത് മസ്ജിദുൽ ഹറമിന്റെ അകത്ത എത്ര ഇരട്ടി പ്രതിഫലമുണ്ട്. അതും കഅബയുടെ ചേർന്ന മഖാം ഇബ്രാഹിമിന്റെയും ഹജറുൽ അസ്വദിന്റെ ഇടയിലുള്ള പവിത്രമായ ഭാഗത്ത് നിന്നുകൊണ്ട് ഒരാൾ നിസ്കാരം തന്നെ, അവൻ നോമ്പുള്ള ആളാണ്. ഇത്രയും വലിയ ഇബാദത്ത് ചെയ്യുന്ന ആ ആളുടെ ഉള്ളിന്റെ ഉള്ളിൽ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബത്തിൽപ്പെട്ട ഒരു തങ്ങളോട്
നബി കുടുംബത്തിലെ ഒരു അംഗത്തോട് മനസ്സിന്റെ ഉള്ളിന്റെ ഉള്ളിൽ ഒരു ചെറിയ ദേഷ്യമുണ്ട്, ഒരു വിരോധമുണ്ട്. ആ വിരോധത്തോടു കൂടെ ഇത്ര വലിയ ഇബാദത്ത് ചെയ്താലും ദഖലൻ നാറ, അവന് സ്വർഗം കിട്ടൂല, അവൻ നരകത്തിലേക്കുള്ള ആളാണ് എന്ന് പുണ്യ നബി എന്റെ വക ഒന്നും പറഞ്ഞിട്ടില്ല. ഇമാം ഹാക്കിമിന്റെ മുസ്തദറക്കിൽ ഈ ഹദീസ് കണ്ടില്ലെങ്കിൽ മാത്രം എന്നോട് ചോദിച്ചോളൂ. ഈ രീതിയിലാണ് ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ കുടുംബത്തെ നമ്മുടെ മുന്നിൽ പറഞ്ഞിട്ടുള്ളത്. ഹബീബായ നബിയെ കുറിച്ച് സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുറൈശികൾ വിളിച്ച ഒരു പരിഹാസ്യ നാമമാണ് അബ്തർ എന്ന് പറഞ്ഞാൽ തലമുറ ആണുങ്ങളില്ലാതെ അവസാനിച്ചു പോയവൻ എന്നതിനർത്ഥം. അബ്തർ ഭാഗ്യമില്ലാത്തവൻ, അതുപോലെ തന്നെ ബറക്കത്തില്ലാത്തവൻ എന്നൊക്കെ അതിനൊക്കെ പറയും. ആൺതരികൾ കൊണ്ട് കുടുംബ പരമ്പര നിലനിൽക്കാത്തവൻ എന്നൊക്കെ പറയും. ഈ രീതിയിൽ മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പരിഹസിച്ചോടത്താണ് പരിശുദ്ധമായ ഖുർആൻ സൂറത്തുൽ കൗസർ അവതരിക്കുന്നത്. ഇമാം ഫഖറുദ്ദീൻ റാസി റഹ്മത്തുള്ളാഹി അലൈഹി ഈ സബബ് ആ ആയത്തിന്റെ അവതരണ പശ്ചാത്തലമായി ഉദ്ധരിക്കുന്നത് നമുക്ക് കൃത്യമായി തന്നെ കാണാൻ കഴിയും. ഹബീബായ നബിയോട് ഖുർആൻ പറഞ്ഞല്ലോ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഇന്നാ അഅ്തൈനാകൽ കൗസറ ഫസല്ലി ലിറബ്ബിക വൻഹം ഇന്ന ശാനിഅക ഹുവൽ അബ്തർ. നബിയെ, അങ്ങേക്ക് നാം കൗസർ തന്നില്ലേ എന്നായി ചോദിച്ചു. അങ്ങേക്ക് നാം കൗസർ തന്നില്ലേ? ഇമാം റാസിയുടെ തഫ്സീറുൽ കബീറിൽ കാണാം, ആയത്തിൽ പറയുന്ന കൗസർ എന്ന് പറഞ്ഞാൽ അതിനർത്ഥം അണമുറിയാത്ത സന്താന ഭാഗ്യം അങ്ങേക്ക് നാം തന്നില്ല നബിയേ, അറ്റമില്ലാത്ത സന്താന ഭാഗ്യം. മഹാനായ ഇമാം മഹ്ദി വരെ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഒരുപാട് വലിയ പ്രഗത്ഭരായ മക്കളെ ലോകത്ത് അള്ളാഹു അഹ്ലുൽ ബൈത്തിലൂടെ ഇങ്ങനെ കൊണ്ടുവന്നിട്ടുണ്ട്. അവർ ലോകത്തെ നിർണയിച്ച ഒരു വലിയ സർഗാത്മപക്ഷമായിരുന്നു. ലോകത്ത് നിർണയിച്ചവരവര് ഒരു സയ്യിദ് അങ്ങനെയായിരിക്കും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അത്രത്തോളം ഹബീബിന്റെ പരമ്പരയാണ് ഇന്നാ അഅ്തൈനാകൽ കൗസർ എന്ന് പറഞ്ഞത് കൊണ്ട് ഉദ്ദേശിക്ക എന്ന് ഇമാം റാസി രേഖപ്പെടുത്തുന്നു. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഈ സമുദായത്തിന് വേണ്ടി അവരിങ്ങനെ നിലകൊണ്ടിരിക്കാം. ഈ സമുദായത്തിന് വേണ്ടി അങ്ങനെയാണ്. ഇനി കേട്ടോളൂ, ഇമാം ഹാക്കിമിന്റെ മുസ്തദറക്കിൽ തന്നെ മറ്റൊരു ഹദീസ്, ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട സ്വഹാബി അബൂ ദർ റളിയല്ലാഹു അൻഹു ഒരിക്കൽ കഅബയുടെ മുറ്റത്ത് വെച്ച് കഅബയുടെ പരിശുദ്ധമായ കവാടത്തിൽ അങ്ങ് പിടിച്ചു. എന്നിട്ടങ്ങ് പറയാൻ തുടങ്ങി, അയ്യുഹന്നാസ്. അബൂ ദർ റളിയല്ലാഹു അൻഹു പറയാണ്, ഓ ജനങ്ങളെ. എല്ലാരും വിളിച്ചിട്ട് പറഞ്ഞു, സമിഅതു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യഖൂൽ, ഹബീബ് പറയുന്നത് ഞാൻ കേട്ട ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയട്ടെ. റസൂലുള്ളാഹി പറഞ്ഞത് ഞാൻ കേട്ടിട്ടുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാവരും വിളിച്ചിട്ട് കഅബയുടെ മുറ്റത്ത് വെച്ച് കഅബയുടെ വാതിൽക്കൽ മഹാനവർ കൈ ഇങ്ങനെ അമർത്തി പിടിച്ചിട്ട് കഅബയുടെ വാതിലിൽ പിടിച്ചിട്ട് പറഞ്ഞു, മസ്ലു അഹ്ലി ബൈതി മസ്ലു സഫീനത്തി നൂഹ്. ജലപ്രളയ കാലഘട്ടത്തിൽ ഈ ഭൂമിയിൽ ആകാശത്തിന്റെ താഴെ വെള്ളം മാത്രം കാണുന്ന ഒരു കാലം ഉണ്ടായിട്ടുണ്ട്, തൂഫാൻ ജലപ്രളയം. സയ്യിദുനാ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലഘട്ടം. ആ കാലഘട്ടത്തിൽ ആ കപ്പലാണ് ലോകത്തിന് ആകെ ആശ്വാസം ഉണ്ടായത്. ആ കപ്പൽ ആ കാലഘട്ടത്തിൽ ആ സന്ദർഭത്തിൽ ജലോപരിതലത്തിൽ എത്ര ആശ്വാസമായിരുന്നു. പ്രശ്നസങ്കീർണമായ അവസ്ഥയുള്ള സമൂഹത്തിൽ എന്നും എന്റെ കുടുംബം ആ കപ്പൽ പോലെ എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. മൻ റക്കിബഹ, ആ കപ്പലിൽ കയറിയവൻ നജാ, രക്ഷപ്പെട്ട പോലെ എന്റെ കുടുംബം നിങ്ങൾക്കൊരു കപ്പലാണ് എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. വമൻ തഖല്ലഫ അൻഹാ ഗറഖ, ആ കപ്പലിനെ അവഗണിച്ചവൻ അന്ന് മുങ്ങി മരിച്ച പോലെ എന്റെ കുടുംബത്തെ തള്ളിക്കളയുന്നവൻ അനുഭവിക്കേണ്ടി വരുമെന്ന് ഇമാം ഹാക്കിമിന്റെ മുസ്തദറക്കിൽ ഹദീസ് കാണാം. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ നബി കുടുംബത്തെ അങ്ങ് കർബലയിൽ അവസാനിച്ചെന്ന് പറഞ്ഞ് ചെറുതാക്കേണ്ട കാര്യമൊന്നുമില്ല. അവരെന്നുണ്ട്. നമ്മൾ കാണുന്ന സയ്യിദന്മാർ, തങ്ങന്മാർ, മഹാന്മാരായ പാണക്കാട്ട് തങ്ങന്മാർ, മഹാന്മാരായ ബുഖാറയിലെ തങ്ങന്മാർ, ഒരുപാട് സയ്യിദന്മാർ ഇന്നും ജീവിച്ചിരിപ്പുണ്ട്. അവരൊക്കെ ഈ സമുദായത്തിന്റെ നേതൃത്വത്തിൽ പലരുമുണ്ട്. എന്തുകൊണ്ട്? അവർ നേതാക്കളാണെന്ന് പ്രഖ്യാപിച്ചത് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം.
ഇമാം ജലാലുദ്ദീൻ സുയൂത്തി തങ്ങളുടെ ജാമിഉൽ ഹദീസിൽ ഒരു ഹദീസ് കാണാം. ഹബീബായ നബി തങ്ങൾ പഠിപ്പിക്കുന്നു, അസ്ബുതുകും അല സിറാത്തി അസദ്ദുകും ഹുബ്ബൻ ലി അഹ്ലി ബൈത്തി. നിങ്ങളിൽ സിറാത്തിന്റെ മൂർച്ചയുള്ള അഗ്രങ്ങളിൽ ചെരുപ്പിടാതെ കാല് വെച്ച് നടക്കുന്ന ആൾ വഴുതി വീഴാതെ സിറാത്ത് എന്ന പാലത്തിൽ കരുത്തോടെ ശക്തിയോടെ ഉറച്ചു നിൽക്കുന്നുവെങ്കിൽ അവൻ എൻ്റെ കുടുംബത്തോട് ഉറച്ച സ്നേഹമുള്ളവനായിരിക്കും. എൻ്റെ കുടുംബത്തോട് ഉറച്ച സ്നേഹമുള്ളവന്റെ പാദം സിറാത്തിന്റെ മൂർച്ചയുള്ള അഗ്രങ്ങളിൽ പതറില്ലെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു കുഞ്ഞ് ജനിച്ചു, അതിന്റെ വളർച്ചയിൽ പലതും പഠിപ്പിക്കപ്പെടും. എന്നാൽ ഒരു കുഞ്ഞ് ജനിച്ചാൽ നമ്മൾ ആ കുഞ്ഞിനെ പഠിപ്പിക്കേണ്ട ബാലപാഠങ്ങളിൽ ഇസ്ലാമിക കർമ്മശാസ്ത്രം പറഞ്ഞിട്ടുണ്ട്. ഹദീസിൽ കാണാം, മക്കളെ നമ്മൾ ശീലിപ്പിക്കേണ്ട 3 കാര്യങ്ങൾ, നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ പഠിപ്പിക്കേണ്ട 3 കാര്യങ്ങൾ, അവരെ പരിശീലിപ്പിക്കേണ്ട 3 കാര്യങ്ങൾ. ഒന്നാമത്തേത് ഹുബ്ബുൻ നബിയ്യി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബിനെ സ്നേഹിക്കേണ്ടത് എങ്ങനെയാണെന്ന് പഠിപ്പിക്കണം. രണ്ടാമത്തേത് ഹുബ്ബു ആലിഹി, നബി കുടുംബത്തെ എങ്ങനെ സ്നേഹിക്കണമെന്ന് പഠിപ്പിക്കണം. മൂന്നാമത്തേത് തിലാവത്തുൽ ഖുർആൻ, തനിച്ചിരുന്ന് ഖുർആൻ ഓതാൻ കഴിയണം കുട്ടികൾക്ക്, അത് നമ്മൾ പഠിപ്പിക്കണമെന്ന് മഹാന്മാർ പഠിപ്പിക്കുന്നുണ്ട്. ഇത് ഹദീസിലുള്ളതാണ്. അപ്പൊ നബി കുടുംബത്തെ സ്നേഹിക്കല് ഒഴിവല്ല. അവർ അള്ളാഹുവിങ്കൽ അഴുക്ക് നീക്കപ്പെട്ടവരാണ്. അങ്ങനൊരു കുടുംബം ഉണ്ടോ? ഉണ്ട്. അസൂയ വെച്ചിട്ടൊന്നും കാര്യമില്ല. അള്ളാഹുവിന്റെ മുന്നിൽ അവർ അഴുക്ക് നീക്കപ്പെട്ടവരാണെന്ന് ഖുർആൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നമാ യുരീദുല്ലാഹു ലിയുദ്ഹിബ അൻകുമുർ റിജ്സ അഹ്ലൽ ബൈത്ത് വയുതഹിറകും തത്ഹീറാ. അല്ലാഹു തആല അഹ്ലുബൈത്തിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് അങ്ങനെയാണ്. അഹ്ലുബൈത്തിനെ അല്ലാഹു തആല എല്ലാ അഴുക്കുകളിൽ നിന്നും അവരെ അല്ലാഹു വൃത്തിയാക്കിയിരിക്കുന്നു. അത് അവരുടെ യോഗ്യതയാണ്. അവർക്ക് അല്ലാഹു തആല നൽകിയിരിക്കുന്ന ഒരു യോഗ്യതയാണ് അവരെ അഴുക്കുകളിൽ നിന്നും വൃത്തികേടുകളിൽ നിന്നും അല്ലാഹു തആല മാറ്റി നിർത്തിയിരിക്കുന്നു എന്നുള്ളത്. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അവരുടെ കൂടെ കൂടുക എന്നുള്ളത്, അവരുടെ കൂടെ കൂടുക എന്നുള്ളത് ഒരു മനുഷ്യന്റെ പരലോക വിജയത്തിന് കാരണമാണ്. സൂറത്തുൽ അഹ്സാബിന്റെ നേരത്തെ നമ്മൾ ഓതിയ അവരിൽ നിന്നും അല്ലാഹു അഴുക്കുകൾ നീക്കി എന്ന് പറയപ്പെടുന്ന ആയത്ത് നബി കുടുംബത്തിന്റെ സ്വകാര്യമായ കാര്യങ്ങളിൽ അവതരിച്ചിട്ടുള്ള ആയത്താണ്. ഇന്നമാ യുരീദുല്ലാഹു ലിയുദ്ഹിബ അൻകും റിജ്സ അഹ്ലൽ ബൈത്തി വയുതഹിറകും തത്ഹീറ എന്ന് പരിശുദ്ധ ഖുർആൻ. നിങ്ങളെ അല്ലാഹു നന്നാക്കിയിട്ടുണ്ട്, നിങ്ങളെ അല്ലാഹു പരിശുദ്ധരാക്കിയിട്ടുണ്ട്. അവരുടെ വിശുദ്ധമായ പ്രഭയിലേക്ക് ചേരുക എന്നുള്ളത് നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ബാധ്യതയാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഞാൻ വിശദീകരിക്കുന്നില്ല. ഹബീബായ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബത്തെ സ്വഹാബികൾ എങ്ങനെയാ കണ്ടതെന്നറിയും. സ്വഹാബികൾ എങ്ങനെയാ കണ്ടത്? മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു, മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ ചവിട്ടി കയറാൻ വേണ്ടി ഒട്ടകത്തിന്റെ മുകളിൽ കയ്യ് വെച്ചുകൊടുത്തും ചുമല് വെച്ചുകൊടുത്തും മഹാനവറുകൾ ചവിട്ടിക്കയറാനുള്ള സൗകര്യം കൊടുത്തിട്ടുണ്ട്. മഹാപണ്ഡിതനായ സ്വഹാബി പ്രമുഖനായ ഉമർ ഇബ്നുൽ ഖത്താബിന്റെ പൊന്നുമോനായ അബ്ദുല്ലാഹ് ഇബ്നു ഉമർ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അങ്ങനെ സൗകര്യം ചെയ്തു കൊടുത്തു. നമ്മൾ ചരിത്രത്തിന്റെ ഗ്രന്ഥങ്ങളിൽ വായിക്കാൻ കഴിയും. നബി കുടുംബത്തെ സ്വഹാബത്ത് കണ്ടിട്ടുള്ളത് അങ്ങനെയാണ്. ഇനി കേട്ടോളൂ, സയ്യിദനാ ഉമർ റളിയല്ലാഹു അൻഹു സ്വഹീഹുൽ ബുഖാരി ഉദ്ധരിച്ച ഹദീസ്, പലപ്പോഴും നമ്മൾ പറഞ്ഞിട്ടുള്ള ഹദീസാണ്. عن أنس بن مالك رضي الله عنه أن عمر بن الخطاب كان إذا قحط استسقى بالعباس بن عبد المطلب. മദീനയിൽ മഴ കിട്ടാത്ത കാലം വരുമ്പോൾ സയ്യിദനാ ഉമർ ബിൻ അൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മഹാനായ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ ഒരു സദസ്സിൽ കൊണ്ടുവന്നിരുത്തിയിട്ട് മഹാനായ ഉമർ ഇബ്നു അൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ദുആരക്കും. എന്താ ദുആരക്കുന്നത്? അല്ലാഹുവേ, ഇന്നാ കുന്നാ നതവസ്സലു ഇലൈക ബിനബിയിനാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫതസ്ഖീനാ. പണ്ടൊക്കെ ഞങ്ങൾക്ക് മഴ കിട്ടാതെ വരുന്ന കാലഘട്ടത്തിൽ നിന്റെ ഹബീബ് ജീവിച്ചിരിപ്പുണ്ടായിരുന്നു. മുത്തായ നബിയെ ഞങ്ങൾ സദസ്സിൽ കൊണ്ടുവന്നിരുത്തിയിട്ട് മഴയ്ക്ക് വേണ്ടി ദുആരെന്നാൽ അന്നൊക്കെ നീ ഞങ്ങൾക്ക് മഴ തന്നിരുന്നു. അല്ലാ,
വഇന്നാ നതവസ്സലു ഇലൈക ബിഅമ്മി നബിയിനാ, ഹബീബായ നബി തങ്ങൾ ഇന്ന് ഞങ്ങളിൽ ഇല്ല, അവിടുത്തെ പിതാവിന്റെ സഹോദരനായ അബ്ബാസ് റളിയല്ലാഹു അൻഹു ആണുള്ളത്. അതുകൊണ്ട് മരിച്ചുപോയ വഫാത്തായി പോയ നബിയുടെ കുടുംബത്തിലെ കാരണവരായ മഹാനായ തങ്ങൾ അവരുടെ മുന്നിൽ വെച്ചുകൊണ്ട് ഞങ്ങൾ ദുആരക്കുന്നു, അല്ലാഹ് ഫസ്ഖിനാ, ഞങ്ങൾക്ക് മഴ വേണം. ഈ ഹദീസ് നിവേദനം ചെയ്യുന്ന അനസ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഫയുസ്ഖൗൻ, അവർക്ക് മഴ കിട്ടിയിരുന്നു. സ്വഹീഹുൽ ബുഖാരി ഈ ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ ജീവിതത്തിൽ അഹ്ലു ബൈത്തിനോടൊരു ബന്ധം, അവരോടൊരു സ്നേഹം, നബി കുടുംബത്തിനോട് നൽകേണ്ട ഒരു പരിഗണന നൽകിയേ പറ്റൂ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഇമാം തുർമുദി അവിടുത്തെ ജാമിഉൽ ഉദ്ധരിക്കുന്ന ഒരു ഹദീസ് നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട്, പക്ഷേ ഈ ഹദീസിന്റെ നിവേദന രീതി ഇങ്ങനെയാണെന്ന് മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല. കേട്ടോളൂ. അൻ ജാബിർ ഇബ്നു അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു റഅയ്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ ഹജ്ജത്തിഹി യൗമ അറഫ. ഹജ്ജത്തുൽ വദാഇലെ ഹബീബിന്റെ പ്രഭാഷണം എന്ന് പറഞ്ഞാൽ അവിടുത്തെ ജീവിതത്തിന്റെ ഏറ്റവും അവസാന ഭാഗങ്ങളിൽ പോലും അവിടുന്ന് നടത്തിയിട്ടുള്ളതായ പ്രഭാഷണങ്ങൾ, അവിടുത്തെ നിർദ്ദേശങ്ങൾ. അറഫ മൈതാനിയിൽ വെച്ച അറഫ ദിവസം ഹബീബിനെ ഞങ്ങൾ കണ്ടു. ആ സമയം അവിടുത്തെ ഖസ്വാ എന്ന് പറയുന്ന പേരുള്ള ഒട്ടകമുണ്ട്. റസൂലുള്ളാഹിയുടെ ഒരു ഒട്ടകത്തിന്റെ പേരാണ് ഖസ്വാ. ഈ ഖസ്വാ എന്ന ഒട്ടകത്തിന്റെ പുറത്ത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുള്ളത്. ആ ഒട്ടകത്തിന്റെ പുറത്തിരുന്നു കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സദസ്സിനെ അഭിസംബോധന ചെയ്ത് പ്രോജ്വലമായ പ്രഭാഷണം, കുറഞ്ഞ സമയമുള്ളൂ. ആ പ്രഭാഷണത്തിൽ അവിടുന്ന് പരാമർശിച്ചു എന്ന് ജാബിർ ഇബ്നു അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു പറയുന്നതായി ഇമാം തുർമുദിയുടെ ജാമിഉൽ ഹദീസ് നമുക്ക് കാണാൻ കഴിയും. എന്താണെന്ന് റസൂലുള്ളാഹി പറഞ്ഞത്? ഹജ്ജത്തുൽ വദാഇന്റെ പ്രഭാഷണത്തിൽ പറഞ്ഞത്, ഖസ്വാ എന്ന ഒട്ടകത്തിന്റെ പുറത്തു നിന്ന് അറഫ ദിവസം പറഞ്ഞത് എന്താ? യാ അയ്യുഹന്നാസ് ഇന്നി ഖദ് തറക്തു ഫീകും മാ, ഓ ജനങ്ങളെ, ഞാൻ നിങ്ങളിൽ ഉപേക്ഷിച്ചു പോകുന്നുണ്ട് വളരെ പ്രധാനപ്പെട്ട കാര്യം. ഇൻ അഖത്തും ബിഹി, അത് നിങ്ങൾ മുറുകെ പിടിച്ചാൽ ലൻ തദില്ലൂ, ഒരിക്കലും നിങ്ങൾ ഹിദായത്ത് നഷ്ടപ്പെട്ടു പോകില്ല. അങ്ങനത്തെ ഒരു കാര്യം ഞാൻ നിങ്ങളിൽ ഉപേക്ഷിച്ചു പോകുന്നു എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. കേട്ടോളൂ, അതിൽ ഒന്നാമത്തേത്, ഞാൻ ഉപേക്ഷിച്ചു പോകുന്ന കാര്യത്തിൽ ഒന്നാമത്തേത് കിതാബല്ലാഹ്, പരിശുദ്ധ ഖുർആൻ. അതനുസരിച്ച് ജീവിച്ചോ, വഴിപിഴക്കൂല. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. രണ്ടാമത്തെ സാധാരണ പറയും സുന്നത്തിന് ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസുകളാണെന്ന്. അങ്ങനെ റിവായത്ത് ഉണ്ടെങ്കിൽ പോലും ഇമാം തുർമുദിയുടെ ജാമിഉലും മറ്റുമായി മികച്ചു നിൽക്കുന്ന റിവായത്ത് കേട്ടോളൂ. ഒന്നാമത്തേത് ഖുർആനാണ്. രണ്ടാമത്തേത് വഇതറതി അഹ്ല ബൈത്തി സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, എന്റെ സന്താന പരമ്പരയായ മഹാന്മാരായ എന്റെ കുടുംബാംഗങ്ങളെയാണ് ഞാൻ നിങ്ങളിൽ ഉപേക്ഷിക്കുന്നത്. അത് മുറുകെ പിടിച്ചാൽ നിങ്ങൾ ഒരിക്കലും വഴിപിഴക്കില്ലെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇമാം തുർമുദിയുടെ ജാമിഉൽ ഈ ഹദീസ് നമുക്ക് കാണാം. സുഹൃത്തുക്കളെ, നാം അഹ്ലു ബൈത്തിനെ ഒക്കെയും സ്നേഹിക്കണേ, അത് വാജിബാ നമുക്കൊക്കെയും. ഒരു ദിവസം അവരോടുള്ള ഹുബ്ബിനു തുല്യത ഒരു വർഷമുള്ള ഇബാദത്തും നിൽക്കാത്തതാ. അവരോട് സ്നേഹിക്കുന്ന അവസ്ഥയിലാണ് കാലിനുറപ്പ് സിറാത്തിലും എന്നാണ്. അവർക്കുള്ള ഹഖറിയാതെ വന്നാൽ പിന്നെ നിനക്കുള്ള അമലിന് എന്ത് ഫലമാ പൊന്നേ. അവരോട് ഹുബ്ബില്ലാത്ത ഖൽബിൽ ഒരിക്കലും ഈമാനുമില്ലെന്നാണ് തിരുവചനത്തിലും. നുബുവത്തിന്റെ പ്രകാശമാണവരൊക്കെയും, അത് മങ്ങിയാൽ കൂരിരുളിലാ നാമൊക്കെയും. മലയാള നാട്ടിൽ ഒരു മഹാനായ മനുഷ്യൻ ജീവിച്ചിരുന്നു. ഒരുപാട് സയ്യിദന്മാരുണ്ട്. ഈ അടുത്ത കാലത്ത് ഇപ്പൊ നമ്മളൊക്കെ കണ്ടിട്ടുള്ള ഒരു മഹാൻ നേതാവ് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ്, കുടപ്പനക്കൽ തറവാട്. കുടപ്പന എന്ന് പറഞ്ഞാൽ തന്നെ കുടയുണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ഒരു പനയാണ് കുടപ്പന. അത് തന്നെ ജനങ്ങൾക്ക് സംരക്ഷണവും വലിയ മഴയൊക്കെ വരുമ്പോൾ ഒരു സുരക്ഷിതത്വമൊക്കെ നൽകുന്ന കുടപ്പനക്കൽ. ആ വീട്ടുപേര് പോലും അങ്ങനെയാണ്. കുട ഉണ്ടാക്കാൻ പഴയ കാലത്ത് പനയോല ഉപയോഗിച്ചിരുന്നു.
ആ ഒരു നിയോഗം അല്ലെങ്കിൽ ആ ഒരു ദൗത്യം ആലോലനായകാത്മീയ പൂങ്കവ ആരംഭർ മുത്ത് ശിഹാബെന്ന സ്വാത്തിക അങ്ങേ കുടപ്പനയ്ക്കൽ തറവാട്ടിലുത്തമ ചൈതന്യസാരമായി തീർന്നൊരു മന്നവ ആദരാൽ അഷ്ടദിക്കിന്നു ആരാധ്യന ആരംഭർ ത്വാഹ കുടുംബത്തിൻ ശ്രേഷ്ഠന ബന്ധനങ്ങൾക്ക് സമരി സമർപ്പിച്ച വമ്പർ മുഹമ്മദിൻ പേരുറ്റ പൂമകൻ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി കുടുംബം ഏത് കാലഘട്ടത്തിലും ആദരിക്കപ്പെട്ടിട്ടേ ഉള്ളൂ, ഏത് കാലഘട്ടത്തിലും. രസകരമായ ഒരു സംഭവം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഹിഷാം ഇബ്നു അബ്ദുൽ മലിക് അദ്ദേഹത്തിന്റെ ഭരണകാലഘട്ടത്തിൽ കഅബ സന്ദർശിക്കാൻ വന്നു. അയാൾ വന്നു, കഅബ തവാഫ് ചെയ്തു. തവാഫ് ചെയ്തിട്ട് ഹജറുൽ അസ്വദ് മുത്തന്റെ ഘട്ടം വന്നപ്പോ ഭരണാധികാരിയാണ് ഹിഷാം ഇബ്നു അബ്ദുൽ മലിക്കാണ് ഭരണാധികാരി. അയാളുടെ ഭരണകാലഘട്ടം അയാൾ കഅബ തവാഫ് ചെയ്തു. ഹജറുൽ അസ്വദ് മുത്താൻ വേണ്ടിയിട്ട് ഹജറുൽ അസ്വദ് മുത്താൻ വേണ്ടി അയാൾ ഒരുപാട് തിക്കും തിരക്കുണ്ടാക്കേണ്ടി വന്നു. ഒരുപാട് പരിശ്രമിച്ചു. ഫലം യഖ്ദിർ അലാ ദാലിക, അയാൾക്ക് ഹജറുൽ അസ്വദിന്റെ അടുത്തേക്ക് പോവാൻ തന്നെ കഴിഞ്ഞില്ല. ബിസ്സബബി കസറത്തി സിഹാം, കാരണം അത്രയും തിരക്കായിരുന്നു അവിടെ. അതുകൊണ്ട് ഭരണാധികാരിയാണെന്നൊന്നും ജനങ്ങൾക്ക് അറിയില്ലല്ലോ. ജനങ്ങൾ ആരും അതിന് ഒഴിഞ്ഞു കൊടുത്തില്ല. അയാൾക്ക് ആരും തിരക്ക് ഒഴിഞ്ഞ് ഹജറുൽ അസ്വദ് മുത്താനുള്ള സൗകര്യം ചെയ്തില്ല. അദ്ദേഹത്തിന് വല്ലാതെ ദേഷ്യമൊക്കെ തോന്നി, ഒരു ഈർഷ്യതൊക്കെ തോന്നി. അങ്ങനെ അദ്ദേഹത്തിന് ഇരിക്കാൻ വേണ്ടി തിരക്കൊഴിഞ്ഞിട്ട് ഹജറുൽ അസ്വദ് മുത്താന്നൊക്കെ കരുതി അയാൾക്ക് ഇരിക്കാൻ വേണ്ടി ഒരു കസേര കൊണ്ടുവരാൻ ആവശ്യപ്പെടുകയും അയാളുടെ പരിവാരങ്ങൾ നിറഞ്ഞു നിൽക്കുക കഅബയുടെ മുറ്റത്ത്. കസേര കൊണ്ടുവന്നു. വജലസ അലൈഹി, അയാൾ ആ കസേരയിൽ ഇരുന്നു. യൻദുറു ഇലന്നാസി മഅ ജമാഅത്തി മിൻ അയാനി ശാമി, ഷാമിലെ പ്രമുഖരായ വ്യക്തികൾ മുഴുവനും അയാളുടെ കൂടെ ഉണ്ട്. ജനങ്ങൾ ഒഴിയണ മാറാൻ നോക്കി അദ്ദേഹം കാത്തിരുന്നു കസേരയിൽ. ഫബൈനമാ ഹുവ കദാലിക, പക്ഷേ ജനങ്ങൾ ആരും ഒഴിഞ്ഞു മാറുന്നില്ല, തിരക്ക് അങ്ങനെ തന്നെ. ആ സന്ദർഭത്തിലാണ് ഇത് അഖ്ബല സൈനുൽ ആബിദീൻ അലി ഇബ്നു ഹുസൈൻ ഇബ്നു അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു അൻഹു, ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരക്കുട്ടി അലി റളിയല്ലാഹു അൻഹുവിന്റെ പരമ്പരയിൽ, ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ പരമ്പരയിൽ വന്നിട്ടുള്ള മഹാനായ സൈനുൽ ആബിദീൻ എന്ന് പറയുന്ന മഹാനായ ഒരു തങ്ങൾ അവറുകൾ ഈ കഅബ തവാഫിന് വേണ്ടിയിട്ട് വന്നു. മഹാപണ്ഡിതനാണ്, സൂഫിയാണ്, ആ കാലഘട്ടത്തിൽ പ്രസിദ്ധനാണ്. മഹാനവറുകൾ വന്നു. കഅബ തവാഫൊക്കെ കഴിഞ്ഞ് മഹാനവറുകള് ഹജറുൽ അസ്വദിന്റെ ഭാഗത്തേക്കൊക്കെ എത്തി. ആ സമയത്തോടു കൂടി രാജാവിന് തൊട്ടു മുമ്പ് കിട്ടാതിരുന്ന പരിഗണന ജനങ്ങൾ നൽകിയത് ജനങ്ങൾ ഇങ്ങനെ വകഞ്ഞ് സ്വയം അങ്ങ് മാറി നിന്നു കൊടുത്തു. ഇദ്ദേഹത്തിന് വഴി ഒരുക്കി കൊടുത്തു. അദ്ദേഹം അവിടെ പോയി ഹജറുൽ അസ്വദ് മുത്തി. ഇത് കണ്ടപ്പോ കസര ഇട്ട് നോക്കിയിരിക്കുക രാജാവ്. അയാൾക്ക് കിട്ടിയില്ല ഈ പരിഗണന. അയാളോട് കൂടെയുള്ള ഒരു ഷാമുകാരൻ ചോദിച്ചു, അല്ല രാജാവേ, ഈ വന്നു പോയ ആൾക്ക് ജനങ്ങൾ ഇത്രയും ആദരവും പരിഗണനയും കൊടുക്കുന്നു അങ്ങയെ പോലത്തെ ഒരു ഭരണാധികാരിയുടെ മുന്നിൽ വെച്ച്, ആ വന്ന ആളാരെന്ന് അങ്ങേക്ക് അറിയുമോ? അപ്പോ രാജാവ് ഒരു പുച്ഛഭാഗത്തോടു കൂടെ പറഞ്ഞു, എനിക്കറിയില്ല, അയാളെ ഒന്നും എനിക്കറിയില്ല എന്ന് പുച്ഛിച്ചു പറഞ്ഞു. സത്യത്തിൽ രാജാവിന്റെ പുച്ഛഭാവവും അദ്ദേഹത്തിന്റെ ചോദ്യത്തിന് ഉചിതമായ മറുപടി കിട്ടാത്തൊരവസ്ഥയും അവിടെ കൂടിയിരുന്ന ആളുകളിൽ തന്നെ എന്തൊക്കെയോ തോന്നിച്ചു. ആ കൂട്ടത്തിലുണ്ടായിരുന്ന അറബി കവികളിലെ വിശ്രുതനായ വളരെ പ്രസിദ്ധനായ ഫറസ്ദഖ് എന്ന ആള്. ഫറസ്ദഖാവട്ടെ പരസ്ത്രീ ബന്ധത്തെ പച്ചയായി വർണ്ണിക്കുന്നതിൽ ഒരു മടിയുമില്ലാത്ത ഒരു വലിയ കവിയായിരുന്നു. അയാൾ ചരിത്രത്തിൽ വളരെ മോശക്കാരനാണെന്ന് പറയപ്പെട്ടിട്ടുള്ള അവസ്ഥ. കാരണം മൂപ്പര് സെക്ച്വൽ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ പാടുള്ളൂ. അതുകൊണ്ട് അദ്ദേഹത്തെ കുറിച്ച് വളരെ മോശമായ ഒരു ഖ്യാതിയാണ് സമൂഹത്തിൽ ഉണ്ടായിരുന്നത്. നബി കുടുംബത്തിൽപ്പെട്ട ഒരു മഹാനായ സയ്യിദ് അവറുകളെ ഞാൻ അയാൾ അറിയില്ല എന്ന പുച്ഛഭാവത്തിൽ രാജ്യം ഭരിക്കുന്ന രാജാവ് പറയുന്നത് കേട്ടപ്പോ ഫറസ്ദഖിന് സഹിക്കാൻ പറ്റില്ല. ഫറസ്ദഖ് ഒരു പ്രതിരോധം അവിടെ സൃഷ്ടിച്ചു. അയാൾ വല്ലാത്ത ചിന്ത ഉളവാക്കുന്ന ഒരു കവിത അവിടെ വെച്ച് പാടുകയും ചെയ്തു.
ആ കവിത രാജാവിനെ വല്ലാതെ ചിന്തിപ്പിക്കുകയും ഫറസ്ദഖ് ഈ കവിത പാടൽ രാജാവിനുള്ളൊരു മറുപടിയായിരുന്നു. നല്ല മൂർച്ചയുള്ള നാവ് വെച്ചുകൊണ്ട് രാജാവിന് നല്ല പ്രഹരം കൊടുത്തു. നബി കുടുംബത്തിൽപ്പെട്ട മഹാനായ സയ്യിദിനെ അറിയില്ലെന്നോ പുച്ഛഭാവത്തിലാ പറയാ. ഫറസ്ദഖ് നല്ല പ്രഹരം അയാളുടെ നാവ് കൊണ്ട് കൊടുത്തപ്പോ രാജാവ് അയാളെ ഫറസ്ദഖിനെ ബന്ദിയാക്കി. ഫഅമറ ബിഹബ്സിഹി ബൈന മക്കത്ത വൽ മദീന, മക്കയിലേക്കും മദീനയിലേക്കും പോകാതെ അതിന്റെ ഇടയിൽ ബന്ദിയായി താമസിപ്പിക്കാൻ രാജാവ് ഓർഡർ ഇട്ടു. അത്രത്തോളം രാജാവിനെ വേദനിപ്പിച്ചു കളഞ്ഞു ഫറസ്ദഖിന്റെ മറുപടി. എന്താ മറുപടിയായിട്ട് പാടിയത്? സുദീർഘമായ കവിതയാണ്, ഒരു 4 വരി പാടാം. هذا الذي تعرف البطحاء وطأته والبيت يعرفه والحل والحرم هذا ابن خير عباد الله كلهم هذا التقي النقي الطاهر العلم هذا ابن فاطمة إن كنت جاهله بجده أنبياء الله قد ختموا. ഫറസ്ദഖ് ചോദിക്കുകയാണ്, ഖലീഫയോട് ചോദിക്കുകയാണ്, ഭരണാധികാരിയോട് ചോദിക്കുകയാണ്, ഓ ഹിഷാം ഇബ്നു അബ്ദുൽ മലിക് എന്നവരെ, നിങ്ങൾക്കറിയില്ലേ വന്നുപോയ മഹാനായ സയ്യിദ് ആരാണെന്ന്? അറിയില്ലേ? എന്നെനിക്കറിയാം. എനിക്ക് മാത്രമല്ല, തഅരിഫുൽ ബത്ഹാ വതുഅതുഹു, ഈ മഹാൻ കാല് പറിച്ചു വെച്ച് നടന്നു വന്ന ഓരോ ചുവടുവെപ്പും ഓരോ മൺതരികളും ആസ്വദിക്കുകയായിരുന്നു ഹിഷാമേ. മാത്രവുമല്ല, വന്നുകൊണ്ട് തവാഫ് ചെയ്ത ഈ കഅബ ശരീഫും ഈ മഹാൻ ആസ്വദിക്കുകയായിരുന്നു ഹിഷാമേ. മാത്രവുമല്ല, കഅബയുടെ വെളിയിലുള്ള ഭാഗവും ഹദബ്നു ഖൈരി ഇബാദില്ലാഹി കുല്ലിഹിം, അത്ര വലിയ ഈ മഹാനായ മനുഷ്യൻ ആരാണെന്നറിയുമോ? അള്ളാഹുവിന്റെ സൃഷ്ടികളിലെ ഏറ്റവും മഹാനായ മനുഷ്യന്റെ പേരക്കുട്ടിയാ. ഹദാ തഖിയ്യുൻ നഖിയ്യുത് താഹിറുൽ അലമു. സമൂഹത്തിന് നേതൃത്വം കൊടുക്കാൻ പറ്റിയ ഒരു വലിയ നേതാവും മുത്തഖിയും വലിയ വിശുദ്ധനുമാണ് ഈ വന്നുപോയ ആള്. ഹദബ്നു ഫാത്തിമത, ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ പേരക്കുട്ടിയായി വന്നത്. ഇൻകുന്ത ജാഹിലഹു, ഈ മഹാന നിനക്ക് ഇനിയും അറിയണോ? ബി ജദ്ദിഹി അംബിയാഉല്ലാഹി ഖദ് ഖുതിമു, ഈ വന്നു പോകുന്ന മഹാന്റെ പ്രിയപ്പെട്ട വെല്ലിപ്പയെ കൊണ്ടാണ് അള്ളാഹു അംബിയാക്കളുടെ പരമ്പരയ്ക്ക് അവസാനം കുറിച്ചത് എന്ന് ഹിഷാം ഇബ്നു അബ്ദുൽ മലിക്കിനോട് മഹാനായ ഫറസ്ദഖ് അദ്ദേഹത്തിന്റെ നല്ല മൂർച്ചയുള്ള നാവ് കൊണ്ട് നല്ല പ്രഹരം കൊടുത്തു എന്നുള്ളതാണ്. അതുകൊണ്ട് ഒറ്റവാക്കിൽ പറയാം, മുഹറം 10 പാപന സ്മരണയിലും ചരിത്ര വായനയിലും നബി കുടുംബം കർബലയിൽ അങ്ങ് അവസാനിച്ചു പോയെന്ന് പറയല്ലേ. ഹുസൈൻ റളിയല്ലാഹുവിന്റെ വഫാത്ത് അത് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അള്ളാഹു മഹാന് കൊടുത്തൊരു ഔദാര്യമാണ് ആ വഫാത്ത്. ഇന്ന് വെച്ച് നബി കുടുംബം അവിടെ തീർന്നു എന്നതിനർത്ഥമില്ല.